ഹലോ നീറ്റ് ആസ്പിരൻസ്. എടാ, കമന്റിലൂടെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ NTA ട്വീറ്റിലൂടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നാണ്. എന്താണ് ക്വസ്റ്റ്യൻ? വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്സ്. നമുക്കറിയാം ഫോസിബിൾ എക്സ്പിരേഷന് ശേഷമുള്ള ഫോസിബിൾ ഇൻസ്പിരേഷൻ, അല്ലെങ്കിൽ ഫോസിബിൾ ഇൻസ്പിരേഷന് ശേഷമുള്ള ഫോസിബിൾ എക്സ്പിരേഷൻ അല്ലേ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്? അതുകൊണ്ട് TV പ്ലസ് IRV പ്ലസ് ERV അല്ലേടാ. സോ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ ഏതായിട്ടാണ് വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is the right answer. അടുത്തത് നമുക്ക് ട്വീറ്റ് ചെയ്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കോൺസർവേഷൻ ചാപ്റ്റർ എന്നാണ്. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയാലോ. ദ ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ദ എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ റയോ ഡി ജനീറോ ഇൻ ദ ഇയർ. ബ്രസീൽ എർത്ത് സമ്മിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് സമ്മിറ്റ് നമ്മൾ ജോഹന്നാസ്ബർഗിൽ 2002 പഠിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ റയോ ഡി ജനീറോയിലുള്ള എർത്ത് സമ്മിറ്റിന്റെ ഇയർ അല്ലേ ചോദിച്ചിട്ടുള്ളത്? അത് 1992 അല്ലടാ. അത് വേൾഡ് സമ്മിറ്റ് ആകുമ്പോൾ 2002 എന്നുള്ള കാര്യവും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഏത് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഓപ്ഷൻ B is the right answer. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്യൂറിംഗ് ദ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഫോർ RDNA ടെക്നോളജി, അഡീഷൻ ഓഫ് ചിൽഡ് എത്തനോൾ precipitates out. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ കേട്ടോ. അതുപോലെ നമ്മളെ എക്സാമിനോട് അടുത്തിരിക്കുന്ന സമയമാണ്. സോ നിങ്ങൾ കൂളായിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, റിവിഷന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. റെസ്റ്റ് എടുക്കാനും മറന്നു പോകരുത്. എക്സാം അടിപൊളിയായിരിക്കുക എന്തായാലും കേട്ടോ. സോ റിവിഷനൊക്കെ അടിപൊളിയാക്കും മക്കൾ. ഓൾ ദി ബെസ്റ്റ്. ബൈ.